ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവാ. മോഹൻ ടെൻഷൻ അടിക്കണ്ട. ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയ രാമുവിന്റെ കഥയല്ലേ ഇത്. നമുക്ക് കർത്തവാവിന് തന്നെ തുടങ്ങി ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ രാജാമണി അഭിനയിച്ച് ഗംഭീരമാക്കിയാൽ ഈ പടം വിജയിക്കും, ഉറപ്പാ. യൂസഫ് സാറേ, ഏതായാലും ഈ പടത്തിലെ ക്യാമറ തകർത്ത് അഭിനയിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഉഗ്രൻ ലൊക്കേഷൻ അല്ലേ, ഇനിയെല്ലാം മണിയുടെ കയ്യിലാ. ഹരിസാർ എടുക്കണ ഈ റിസ്ക് കാണുമ്പോ പേടിയാവേട്ടാ. എന്നെ ഇട്ടെന്റെ പേരില് കൂടെ അഭിനയിക്കാൻ പോലും ആളെ കിട്ടാനില്ല. നീ ഒന്ന് ചുമ്മാരി. മലയാള സിനിമയിൽ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. ഇല്ലാതെ ഇങ്ങനെ ഒരു വിജയം ആരും പ്രതീക്ഷിച്ചില്ല. ഹരിസാറേ, ഈ വരുന്നവന്റെ ടൈമാ. എന്താടാ മണി, സന്തോഷമായോ? സന്തോഷം ആയില്ലെന്നോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സാറേ. അയ്യോ, മരിച്ചേക്കല്ലേ? അതെന്താ സാറേ? എനിക്ക് നിന്നെ വെച്ച് കുറെ പടം എടുക്കണം. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ ചാവണമെന്ന് പറഞ്ഞ് കിടക്കാ സാറേ ഇവരിപ്പോ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ശരിക്കും നിന്നോടാ നന്ദി പറയേണ്ടത്. ഞാൻ പ്രതീക്ഷനേക്കാൾ നീ കസറി. സാറേ, എല്ലാരും പറയണത് നമ്മൾ ഈ പടം അവാർഡിന് അയക്കണോന്നാ. നോക്കാം. പക്ഷെ ഈ അവാർഡ് ലോബിയില്ലാത്ത നമ്മൾ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുവരെ എഴുതി തീർന്നില്ല. മൊത്തം തെറ്റാണല്ലോ. ഒന്നില്ലേ നീ സ്കൂളിൽ പോയല്ലടാ, കറുത്ത അല്ല റമ്മിന്റെ ശരിയാക്കി എഴുതടാ. എന്റെ പൊന്നു രാജ തീവ്രത മനുഷ്യ ചിരിക്കല്ലേ, റൂ ആണ്, ഉറുമ്പിന്റെ റൂ. തീരുമാനിക്കണം, ഞാൻ കാണിച്ചുതരാം. സുഖം നീ കറക്റ്റായിട്ട് എഴുതടാ. എടാ ഇറാണിത്, അങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനല്ലേ, കറുത്ത. സുഖം ഇങ്ങനെ ചന്ദ്രക്കലിട്ടാണ് റമ്മിന്റെ ഇന്നത്തെ മീൻ എന്റെ വകയാ. ആയിക്കോട്ടെ, ഇത് ഏത് വീരദോഷിയാണ് എഴുതിയേക്കുന്നത്? ഇവന്മാരെ സ്കൂളിൽ പോയിട്ടില്ല. നീ 5ാം ക്ലാസ് വരെ പോയതല്ലേ? കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്, ഇതാടാ ശരി. അതെ, ഞങ്ങളല്ല കാശ് തരുന്നത്, ഞങ്ങള് പറയുന്ന പോലെ എഴുതിയാ മതി. റമ്മിന്റെ അതാ ശരി. എടാ ഇങ്ങനെയാണ് റമ്മിന്റെ നിന്റെ അമ്മയുടെ തല എന്നെ കൊണ്ട് പറ്റുന്ന ഉണ്ടാക്കാനൊന്നും മണിക്ക് ഫോൺ വന്നു, വേമ്പാ വാ. നീതി എഴുതിയിട്ട് പോയാ മതി. കുറുപ്പിന്റെ റൂ, കറുത്ത മുത്ത്. തട്ടല്ലേ എടുത്തോ. ഇതാണ് എരിവും പുളിയുള്ള കൊടുക്കണ സ്കോച്ച് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിട്ട് പറ്റിയ പൊട്ട രണ്ടിനടിയാണ്. അതെ, എന്തായി തീരുമാനമായോ? എന്ത് തീരുമാനമാവാൻ, അത് ഉറപ്പല്ലേ. ഇത്തവണത്തെ ദേശീയ അവാർഡ് എന്റെ രാജാവണിക്ക്. ഹലോ, മാതൃഭൂമിന്നാ. ഓ, സന്തോഷം കേട്ടോ. മണി ചെലവുണ്ട്. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാ അതൊരു സന്തോഷം തന്നെയാ. ഓ, ഇങ്ങടേക്കോ? ആയിക്കോട്ടെ. ഡാ,
ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കോണേ. എടാ ആ കാര്യം ഞാൻ ഏറ്റ്. ആ നീ ഒരു കളർഫുൾ ഡ്രസ് എടുത്തിട്ടാ നോക്ക്. ടിവിയിലും പത്രത്തിലൊക്കെ വരാനുള്ളല്ലേ. തിരക്കാ. എടാ മണി, ഈ ദേശീയ അവാർഡ് എന്ന് വെച്ചാല് എത്ര കിട്ടും? ഒരു 19 ലക്ഷം കിട്ടും. 25,000 എന്നാ പറഞ്ഞേ. 25,000? ആ ഇന്നത്തെ ചെലവിന് 3-4 ലക്ഷം രൂപ വരും. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു അംഗീകാരല്ലേ, കാശല്ലല്ലോ വലുത്. പറഞ്ഞാല് മണിച്ചേട്ടാ ദാ ഹലോ ഹലോ. ഇത് പൊളിച്ചുട്ടോ. എന്റെ ഭാര്യക്ക് സൗന്ദര്യ സങ്കല്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. അതെന്തേ? അങ്ങനെയാണ് നിന്നെ കിട്ടൂലല്ലോ. ഹലോ, എന്തായി സാറേ? ആണോ? ഓ താങ്ക് യു സാർ. എടാ ഡൽഹിന്നാ ഏതാണ്ട് ഉറപ്പിച്ചു. റമ്മിന്റെ റാ, ഒരുത്തന് ഉറുമ്പിന്റെ റു. പഠിക്കാനും പോകില്ല. ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? പറയടാ. കുഴഞ്ഞല്ലോ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂ ആണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ അപ്പന് റാ ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്തുന്ന് എഴുതാൻ ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ, ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെ എഴുതുന്നത് നിന്റെ അപ്പൂപ്പന്റെ കറുത്ത. ഇവിടെ വെളുത്ത. ആരാ? ഹരിസാറ്. ഹലോ, ഹരിസാറുണ്ടോ? ബോബി, നമുക്കിത് അവിടുന്ന് ഡൗണിൽ നിന്ന് അപ്പിലോട്ട് പോയി അതാ ഫ്രെയിം. സാറേ രാജാമണി അവിടെ പ്ലാൻ ചെയ്തോ. എന്താടാ സാർ അറിഞ്ഞോ? എന്താ വിശേഷം? അവാർഡ് നമുക്കന്ന്. ആ ഞാനും കേട്ടു. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട, അനൗൺസ് ചെയ്യട്ടെ. അല്ല, ഡൽഹിന്ന് നായർ സാറ് വിളിച്ചിരുന്നു. ഓഹോ, എന്നിട്ട് ഏതാണ്ട് തീരുമാനമായിരുന്ന സാറേ പറഞ്ഞേ. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. മിമിക്രി ആണെന്ന് പറഞ്ഞ ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡ് റിജക്ട് ചെയ്ത് അറിയാലോ. അത് മറക്കണ്ട സാറേ. ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങി. സാറ് വരുമോ? ഞാനിവിടെ മദ്രാസിലാ. ഓ ആണോ? ഓക്കെ സാറേ. വേഗം എടുക്കടാ, അല്ലേ വേഗം ഓടും. ഇത് കറക്റ്റായിട്ട് പൊട്ടുവോ? ടിവിയിൽ ന്യൂസ് വന്ന സാധനം അപ്പൊ പൊട്ടിരിക്കും. അങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ നിന്റെ അണ്ണാക്ക് വെച്ച് ഞാൻ പൊട്ടിക്കും. അതെ, ദേശീയ അവാർഡ് മേടിച്ച രാജാമണ്ണ അഭിനയം പഠിപ്പിച്ച് സുഖു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് കളിച്ചാണ്ടല്ലോ. ടി വി കാണിച്ചോ? എന്തുകൊണ്ട് കോലാണത്? എന്താടാ ഇത്? എന്താ ഞാൻ മേടിക്കട്ടുന്ന പരീക്ഷ നോക്കിയാ എവിടെ നിന്റെ മോത്ത? ഇത്രയ്ക്ക് ആഘോഷമൊക്കെ വേണോ? വേണം. മച്ചാനെ നീ പേടിക്കണ്ട, ഇത് നമ്മൾ കിടുക്കും. ചാലക്കുടി മാത്രമല്ല, കേരളം മൊത്തം നിന്ന് ഞെട്ടും. ഞെട്ടും ചിലപ്പോ ഞൊട്ടും. എടേ, അഭിനയം അറിയില്ലെന്നും പറഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് അവസാന നിമിഷം തെറിച്ചു പോയി ഓർക്കുന്ന നല്ലതാ. നീ ഇത് കുടിക്കണ്ട പാട്ടി. എടാ, ഈ സ്റ്റേറ്റ് അവാർഡ് പോലത്തെ പീക്കിരി അവാർഡ് അല്ല, പിന്നെ ദേശീയ അവാർഡാണ്. വിവരമുള്ളവർ കൊടുക്കുന്ന അവാർഡ്. ദേശീയ അവാർഡ് പോയി ടി വി നോക്കണം.